പരസ്യങ്ങൾ നമ്മളൊക്കെ കാണാറുണ്ട്. പക്ഷെ ചില പരസ്യങ്ങൾ കാണുമ്പോൾ നമുക്ക് കുറെ സംശയങ്ങൾ ഉണ്ടാവാറുണ്ട്. ഇനി നിങ്ങൾക്ക് ഉണ്ടാവാറില്ലെങ്കിലും എനിക്ക് ഉണ്ടാവാറുണ്ട്. അത്തരം ചില പരസ്യങ്ങളിലേക്ക് നമുക്കൊന്ന് എത്തി നോക്കാം. ഇവനെവിടെ പോയി? സാരമില്ല, 10 രൂപയുടെ കൊണ്ട് ഈ കറ മുഴുവൻ വൃത്തിയാകും. ഓ, കറയൊക്കെ മാറും, അതൊക്കെ സമ്മതിച്ചു. പക്ഷെ എന്തിനാണ് ഇപ്പൊ ആ ചെക്കന് 10 രൂപ പെറുക്കിയെടുത്തത്? 10 രൂപ എടുക്കാൻ വേണ്ടിയല്ലേ നീ ഇത്രയും കഷ്ടപ്പെട്ടത്? അതെ. പക്ഷെ ഷർട്ടിൽ കറയായപ്പോ അതേ 10 രൂപയ്ക്ക് ഈ സോപ്പ് പൊടി വാങ്ങേണ്ടി വന്നില്ലേ? വന്നു. അപ്പൊ ആ 10 രൂപ എടുക്കാതിരിക്കുന്നതല്ലേ നല്ലത്? പക്ഷെ 10 രൂപ കിട്ടിയില്ലോ. എന്തോന്നാടോ ഇത്? എവിടെ നിന്ന് കിട്ടിയോടോ ഈ ഉണ്ടാക്കണേ? ആ സംഭവം കൊള്ളാം. അവളുടെ അടുത്ത് പോയിട്ട് ആ കൊട പിടിച്ചാ അതുകൊണ്ട് എന്തെങ്കിലും ഒരു ഗുണം ഉണ്ടാവുന്ന വെക്കാം. ഇത് ബിൽഡിങ്ങിന്റെ മുകളിലൊക്കെ വലിഞ്ഞു കയറി കഷ്ടപ്പെട്ട് കൊട പിടിച്ച് ഇതിന്റെയൊക്കെ വല്ല ആവശ്യമുണ്ടോ? ഷോക്ക് അടിച്ച് ചാവുമ്പോ മനസ്സിലാവും. സീനിയേഴ്സിന് എന്താ കൊണ്ടുവന്നിട്ടുള്ള ഞങ്ങളും കുട്ടികളായിരുന്നെങ്കിൽ പേര് ഞങ്ങളുടെ ആയേനെ. എന്താ ദീപു സീപു തിന്നാൻ കിട്ടിയേനെ. ഞങ്ങളും കുട്ടികളായിരുന്നെങ്കിൽ പേര് ഞങ്ങളുടെ ആയേനെ. എന്തതിന്റെയൊക്കെ അർത്ഥം? ദീപു സീപു നീ എന്ത് തേങ്ങയാണ് പറയുന്നത്? തിന്നാൻ കിട്ടിയേനെ ചോക്ലേറ്റ്. ആഞ്ജനേയ സ്വാമി. എന്താണ് ഇത്ര വെളുപ്പിനെ ഫോൺ ചെയ്യുന്നത്? ഫോൺ റിംഗ് അടിച്ചപ്പോ ചത്തുപോയ ആള് ജീവനോടെ വരുന്നു. ശരി, നമുക്കൊരു മരണം വിട്ട് പോയിട്ട് ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കാം. മരണ വീട്ടിലാണ് അവന്റെ കോഴിക്കച്ചവടം. ചിലപ്പോൾ ഒന്നും ചെയ്യാതെയും ഇരിക്കും. ശരിയാണ്, ചില സമയങ്ങളിൽ ഒന്നും ചെയ്യാതിരിക്കുന്നതാണ് നല്ലത്. ഒന്ന് സൈഡിൽ നോക്കിയോ എന്ന് പറഞ്ഞ അപ്പൊ മൂത്രം വയ്ക്കാൻ മുട്ടും എന്നാണ് ഈ പരസ്യത്തിൽ പറയണത്. എന്താ, നിങ്ങൾക്ക് മൂത്രം വയ്ക്കാൻ മുട്ടുന്നുണ്ടോ? എനിക്കിപ്പോ ഒരു മൂടുമില്ല. ഇതൊക്കെ ശരിക്കും നടക്കുമായിരുന്നെങ്കിൽ മൂത്രച്ചൂട് വരുന്ന സമയത്തൊക്കെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കായിരുന്നു. എന്താ ടോയ്ലറ്റ് വൃത്തിയല്ലേ? ഇതിനെ നോക്കുവോ അത് ടോയ്ലറ്റ് നോക്കുവോ? ചേച്ചി, അത് ചേച്ചിയുടെ കുട്ടിയാണ്, അല്ലാതെ ടെഡി ബെയർ അല്ല. ഇതിനെ നോക്കുവോ അത് ടോയ്ലറ്റ് നോക്കുവോ? ഒരു നിമിഷം. ഹലോ, പാർട്ടി എന്റെ വീട്ടിലോ? ശരി, വരൂ. കൂട്ടുകാരോട് നോ പറയാൻ പറ്റില്ലല്ലേ? എങ്ങനെ പറയാം? അപ്പോ ടോയ്ലറ്റ് ഡിറ്റർജന്റ് കൊണ്ട് ഉരച്ച് വൃത്തിയാക്കി. പക്ഷെ തിളക്കം. തിളക്കോ? എന്തിന്? എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാവും. ഞങ്ങളുടെ വീട്ടിലേക്ക് വിരുന്നുകാർ വന്ന ഉമ്മർത്താണ് ഇരിക്കുക. ഇവരുടെ വീട്ടിൽ വരുന്ന വിരുന്നുകാരൊക്കെ നേരെ കക്കൂസിലേക്കാണ് പോണത്. എല്ലാവരും വന്നുകൊണ്ടിരിക്കുകയാവും. എന്തെങ്കിലും ഐഡിയ? നീ വിചാരിക്കുന്നത് പോലെയുള്ള ആ പോപ്പി ഒന്നുമല്ല ഞാൻ. എടേ പോടേ, എടേ പോടേ, എടേ എടേ പോടേ. എടേ പോടെ. ആരെങ്കിലും ഈ പേരൊക്കെ പെറ്റിനിടൂ? എനിക്ക് എന്റെ എടയെയും പോടയെയും കിട്ടി. കിട്ടി, പട്ടിക്കിടാളെ പേര് കിട്ടി. എടേ പോടെ. എടയിലടാ സോഡ, നിന്റെ അമ്മായിപ്പന്റെ കടയിലെ സോഡ. വാരിക്കോരി പഴങ്ങൾ കൊടുത്താൽ എല്ലാവരും വരും നിന്റെ ഒപ്പം. അല്ല, അങ്ങനെ വാരിക്കോരി കൊടുത്തിട്ട് ആരും വരണ്ട. ഒന്നുമില്ലാത്തപ്പോ കൂടെ നിൽക്കുന്നവരൊക്കെ മതി. കൊറേ കാലമായിട്ട് ഞാനിത് കാണുന്നുണ്ട്. ഒരു ലോഡ് സ്പ്രേ അങ്ങോട്ട് അടിച്ചു വിട്ട പെൺകുട്ടികളൊക്കെ പിന്നാലെ വരും എന്നാണ് ഇങ്ങനത്തെ പരസ്യങ്ങളിലൊക്കെ കാണാറുള്ളത്. ഞാൻ ഓർക്കുന്നു, വല്ലാതെ ഓർക്കുന്നു. ഞാനും ഇത് കണ്ടിട്ട് കൊറേ സ്പ്രേ അടിച്ചു നോക്കിയിട്ടുണ്ട്. സ്പ്രേയുടെ സ്മെല്ല് കാരണം അലർജി വരുന്നൊക്കെ പറഞ്ഞ് ഒപ്പുണ്ടായിരുന്ന കൂട്ടുകാര് വരെ ഓടിപ്പോയി. ഈ പൂഴിമണ്ണിലാണോ വീട്? അല്ല, തന്റെ നെഞ്ഞത്ത് വെക്കാൻ. മോനെ, വീട് ആയുസ്സിൽ ഒരിക്കലേ ഉണ്ടാകൂ. അപ്പൊ ഇയാൾക്ക് അറിയാം വീട് ആയുസിൽ ഒരിക്കലേ ഉണ്ടാവുള്ളൂ. എന്നിട്ട് ഇയാളുടെ ചെറുപ്പത്തിൽ എന്താ ഇയാള് വീട് വെക്കാൻ ഇതെന്നാവോ? ആ ചെക്കൻ എങ്ങനെയോ പെടാപ്പാട് പെട്ട് ആ വീട് വെക്കാൻ നോക്കുമ്പോഴാണ് കിളവന്റെ ഒരു ഡയലോഗ്. അല്ല, ഇയാളെന്താ ചെറുപ്പത്തിൽ വെച്ചത്? വാഴ. അടിത്തറ പാകി, ചുവര് കെട്ടിപ്പൊക്കി, മേൽക്കൂര വാർത്തു. അങ്ങനെ വീട് ഉയർന്നു പൊങ്ങിയെന്റെ. ഹോ, ബാക്കിയുള്ളവരൊക്കെ മൈദയും കടലമാവും കുഴച്ച് എണ്ണയ്ക്ക് ഇടും. അപ്പോഴാണ് വീട് ഉയർന്നു പൊങ്ങണത്. അല്ല പിന്നെ, എടോ, എല്ലാവരുടെയും വീട് ഇങ്ങനെയൊക്കെ തന്നെയാണോ ഉയർന്നു പൊങ്ങണത്? എന്നെ സൈറ്റിൽ കണ്ട കോളീഗ്സ് പിന്നെ അവർ ഓഫീസിൽ കാണുമ്പോൾ ഇഷിനി തിളങ്ങുന്നല്ലോ എന്ന് പറയൂ. അവളാകെ മാറിപ്പോയി. ആള് മാറിയതൊന്നുമല്ല, ദേഹത്തുണ്ടായിരുന്ന ചെളി കഴുകി പോയപ്പോ ഒന്ന് വെളുത്ത് സുന്ദരിയായതാ. എന്നോട് പറയേണ്ടതെങ്ങനെ കഴിക്കണമെന്ന്. അല്ലടാ, ഞാനിപ്പോ വന്നിട്ട് നമുക്ക് പറഞ്ഞുതരാം. നീ തിന്നെന്താ തിന്നില്ലെങ്കിൽ എന്താ? എന്നോട് പറയേണ്ടതെങ്ങനെ കഴിക്കണമെന്ന്.
ചെക്കനെ 4 നേരം തിന്നാൻ കിട്ടുന്നതിന്റെ കേടാണ്. നമ്മളൊക്കെ ഭക്ഷണത്തിന്റെ മുന്നിൽ പോയിട്ട് ഇതുപോലെ തുള്ളിയാണ്ടല്ലോ അടി പിന്നാലെ വരും. നോക്കി എന്നോട് പറയേണ്ടത് എങ്ങനെ കഴിക്കണമെന്ന്. നിന്റെ ഫൂ ഫൂ അടിക്കൽ കയ്യിൽ വെച്ചോ. അതന്നെയാണ് എനിക്കും പറയാനുള്ളത്. മോനെ ആരാ ഹോസ്പിറ്റലിൽ അഡ്മിറ്റഡ്? അച്ഛൻ. ചായ എടുക്കട്ടെ? വേണ്ട. ഒരു കപ്പ്. എന്റെ രാമൻകുട്ടിയെ ഞാൻ 1000 തവണ ഈ ചെക്കനോട് ചോദിച്ചതാണ് ചായ വേണോ ചായ വേണോന്ന്. തന്നോടല്ലേ പറഞ്ഞു വേണ്ടെന്ന്. അല്ലെങ്കിൽ കുറച്ച് ചായ ആവാം, വേണമെങ്കിൽ നിന്റെ കെട്ടിയോളോട് ഉണ്ടാക്കി കൊണ്ടുവരാൻ പറയടാ. എന്താന്നറിയില്ല, ചായ ചോദിച്ച എല്ലാരും വേണ്ടെന്നാണ് പറയണത്. ചായ എടുക്കട്ടെ? വേണ്ട. ചായ വേണോ? വേണ്ട. അവിടെ തന്നെ ചായക്കടയിൽ 2 ചായ. സാർ നമ്മുടെ ചായയുടെ പുതിയ പാക്കാണെന്നാ തോന്നുന്നത്. അതിനൊന്നുമില്ലേ? അല്ല, ചായ കുടിക്കാൻ വേണ്ടി പോയ ഇയാളെന്തിനാണ് ചായപ്പൊടി കെടുത്ത് കാണിക്കണത്? എല്ലാവർക്കും ഓരോ കപ്പ് ചായ കൊടുക്കാന്ന് കരുതി. എങ്ക പാത്താലും ചായ. ഏയ് ചേട്ടാ, ഒരു വിമൽ കേസരി എടുക്കട്ടെ? വിമൽ കേസരി തിന്നിട്ട് പറ ബോലോ സുബാ കേസരി. ഈ ക്യാരറ്റ് കേസരി എന്നൊക്കെ കേട്ടിട്ടുണ്ട്, എന്താന്നാവോ ഈ സുബാ കേസരി? എന്നാലും ഗ്ലാമർ ഇത്തിരി കൂടി പോയില്ലേ അണ്ണ? ഇതാരാ ഡാൻസ് മാസ്റ്റർ വിക്രോ? ഇവൻ വെളുത്തിട്ട് പാറുകയാണല്ലോ. അപ്പൊ ശരി, പോയിട്ട് വരാം. നിന്റെ ഫൂ ഫൂ അടിക്കൽ കയ്യിൽ വെച്ചോ. ഇത് എന്റെ ചീസ.